യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതാ മാഷെ എന്റെ പേടി. ചിട്ടി ഇനി അടുത്ത മാസേ കിട്ടൂ. അതുവരെ എന്നെ ഒന്ന് സഹായിക്കാൻ കാലത്ത് പോയി പലരെയും കണ്ടു. പക്ഷേ ആരുടെ കയ്യിലും പൈസയില്ല. മാഷ് മനസ്സ് വെച്ച ഒരു മാസത്തേക്ക് 25,000 രൂപ എനിക്കൊന്ന് മറിച്ചു തരാൻ പറ്റുമോ? സരോജിനി, അതിപ്പോ ഒരു വല്ലാത്ത സമയത്താണല്ലോ നീ ചോദിച്ചത്. മാഷിനിപ്പോ ആശുപത്രിയിലൊക്കെ ഒരുപാട് കാശ് ചെലവായി കാണുമെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ നിവർത്തികേട് കൊണ്ട് ചോദിച്ചതാ. എനിക്ക് മനസ്സിലായി സരോജിനി. രഘുവിന്റെ കയ്യില് എന്റെ കുറച്ച് പണം ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോ ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. എന്റെ മോളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ മാലയോ വളയോ ഊരി പണയം വെക്കായിരുന്നു. കെട്ടിയോന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം അവൾ അവന്റെ വീട്ടിൽ തന്നെയാ. നീ വിഷമിക്കണ്ട സരോജിനി, നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ആ സെക്രട്ടറി ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്കട്ടെ. അയാള് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരും. ഇന്ന് ഉച്ചവരെയാ മാഷെ പീതാംബരൻ സമയം തന്നിരിക്കുന്നെ. അതിനുള്ളില് നീ ധൈര്യമായിട്ടിരിക്കേ. പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലേ? മതി. മാഷ് പറഞ്ഞ എനിക്ക് സമാധാനായി. എന്ത് ബുദ്ധിമുട്ടായാലും അവസാനം ഞാൻ വന്ന് മുട്ടാറുള്ള വാതിലല്ലേ ഇത്. പുണ്യം കിട്ടും മാഷെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പ്രതിഭ? കുഴപ്പമില്ല സർ. പ്രതിഭയെ വിശ്വസിച്ചാ ഞാനും സത്യനൊക്കെ ഇരിക്കുന്നത്. ഇത് സ്വന്തം സ്ഥാപനം പോലെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. ശരി സർ. പിന്നെ 2 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. സൈൻ ചെയ്യാനുള്ള ചെക്കെല്ലാം തന്നാ ഞാൻ സൈൻ ചെയ്തു തരാം. ഓക്കെ സർ. സർ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ക്യാഷ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തോളാം. എന്താ സർ, സത്യൻ സാർ വരില്ലേ? അത് സത്യന് കടയിലെ കാര്യങ്ങൾ നോക്കണ്ടേ. ഞാനില്ലാത്തതുകൊണ്ട് രണ്ടും കൂടെ അവന് ബുദ്ധിമുട്ടാ. ഇവിടുത്തെ കാര്യങ്ങൾ പ്രതിഭയ്ക്ക് മാനേജ് ചെയ്യുന്നല്ലേ ഉള്ളൂ. ഞാനിവിടെ ഉള്ളോണ്ടാ സത്യൻ സാർ ഇങ്ങോട്ട് വരാത്തത്. ഏയ്, എന്തൊക്കെയാ പ്രതിഭ ഈ പറയുന്നേ? അതൊന്നും അല്ല കാര്യം. സാറ് മറക്കണ്ട, എനിക്കെല്ലാം അറിയാം. ഒരു കാരണവശാലും സത്യൻ സാറ് ഇവിടെ വരാതിരിക്കില്ല. ഇനി അഥവാ അങ്ങനെ ഇവിടെ വരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്നോടുള്ള വെറുപ്പാ. അത് പ്രതിഭയ്ക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, സാർ എന്നോട് തുറന്നു പറഞ്ഞതാ. സത്യൻ സാറിന് ഈ ഓഫീസ് എത്ര വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അപ്പോ ഇങ്ങോട്ട് വരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാനാ. അത് വിട് പ്രതിഭ. അവനെ അറിയാലോ. വെറുതെ ഓരോന്ന് തലയിലെടുത്ത് വെച്ച് ടെൻഷനാവും. പിന്നെ സത്യം ചിന്തിക്കുന്നത് എല്ലാവരുടെയും നന്മയെക്കുറിച്ച് മാത്രമാ. സ്വന്തം ജീവിതമോ സ്വന്തം കാര്യങ്ങളോ ഒന്നും അവന് വലുതല്ല. പിന്നെ ഇപ്പൊ പെട്ടെന്ന് പ്രതിഭയെ ഫേസ് ചെയ്യാൻ അവനൊരു മടി കാണും. അതാവും ഇങ്ങോട്ട് വരാൻ മടിക്കുന്നത്. അതൊന്നും പ്രതിഭ കാര്യാക്കണ്ട. ഈ രീതികളൊക്കെ പതിയെ അങ്ങ് മാറിക്കോളും. പ്രതിഭ ഇത്ര സില്ലിയാണോ? ഇതിനൊക്കെ
ഇങ്ങനെ വിഷമിക്കുന്ന എന്തിനാ? അല്ല സർ, ഞാൻ കാരണം സത്യൻ സാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഞാൻ വേണമെങ്കിൽ ഇവിടുത്തെ ജോലി ഉപേക്ഷിക്കാം. ഛെ, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് മറന്നോ? ഈ ഓഫീസില് പ്രതിഭ ഉള്ളതാണ് ഞങ്ങളുടെ ഒരു ധൈര്യം. അതെന്നും ഉണ്ടാവും വേണം. ബാക്കിയൊക്കെ അങ്ങ് ശരിയായിക്കോളൂ. ഹലോ, അല്ല, ആരേ ഇത്? ചീരുമോളെ, മോളെന്താ ഇവിടെ? അച്ഛനെ കാണാൻ വന്നാണോ? അതെ ആന്റി, വേറെന്തിനാ ഞാൻ ഇങ്ങോട്ട് വരേണ്ടത്? അച്ഛനല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. ആ, പഞ്ചരത്നം കിളികൾ ഒഴിഞ്ഞ കൂട് പോലെയായി. അച്ഛൻ തന്നെ മാസത്തിൽ 2-3 ദിവസമല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നെ. അച്ഛനകത്തുണ്ടോ ആന്റി? ഇല്ല മോളെ, മാഷ് ഒരാളെ കാണാൻ പോയിരിക്കുക. മോള് കയറിയിരിക്കെ, അധികം താമസിക്കാതെ അച്ഛനിങ്ങ എത്തും. ഉം. വിനയന്റെ കാര്യമൊക്കെ മാഷ് പറഞ്ഞു. വലിയ കഷ്ടായി പോയി. തലയിലെടുത്ത് നല്ലാതെ എന്ത് പറയാനാ? കുഞ്ഞുങ്ങളെ ഇപ്പോ അമ്പിളിയെ നോക്കുന്നല്ലേ? അതെ, എന്റെ കഷ്ടപ്പാട് കണ്ട് അമ്പിളി ചേച്ചി അവരെ കൂട്ടിക്കൊണ്ടുപോയതാ. കൂടെപ്പിറപ്പുകൾ തമ്മിലുള്ള സ്നേഹവും സഹകരണവും വലിയൊരു ഭാഗ്യം തന്നെയാ. അതുകൂടി ഇല്ലായിരുന്നെങ്കി എന്ത് ചെയ്യുമായിരുന്നു നീ? അനന്തമാഷിന്റെ മക്കളെ ദൈവം അങ്ങനെ പൂർണ്ണമായിട്ടും കൈവിട്ട് കളയൂ ആന്റി? ഒരിക്കലും ഇല്ല. മോള് സമാധാനായിട്ടിരിക്കും. ഈ കഷ്ടപ്പാടൊക്കെ ഒരു ദിവസം മാറും. ആ, മോള് വല്ലതും കഴിച്ചിട്ടാണോ വന്നേ? ഇല്ല ആന്റി, രാവിലെ പുറപ്പെട്ടതല്ലേ, ഒന്നും കഴിക്കാൻ പറ്റിയില്ല. എനിക്ക് മോളുടെ മുഖത്തെ ക്ഷീണം കണ്ടപ്പോഴേ മനസ്സിലായി. ദോശയ്ക്കുള്ള മാവിരിപ്പുണ്ട്. ആന്റി പെട്ടെന്ന് 2 ദോശ ചുട്ടുതരാം. മോൾ എഴുന്നേറ്റ് അകത്തേക്ക് വാ. വാ വാ മോളെ, വാ. ആന്റി, ഞാനും കൂടി അടുക്കളയിലേക്ക് വന്ന് സഹായിക്കാം. ഒന്നും വേണ്ട, മോൾ ഇവിടെ ഇരുന്നാ മതി. 5 മിനിറ്റ് കൊണ്ട് നല്ല ചൂട് ദോശയും ചമ്മന്തി ആന്റി മോളുടെ മുമ്പിൽ കൊണ്ടുവച്ചു തരും. ഇതോടെ വെച്ചേക്കിന്തരേട്ടാ. ആ, രണ്ടുപേരും കൂടെ ഒരു കട തന്നെ വാങ്ങി കൂട്ടിയിട്ടുണ്ടല്ലോ. സോനയുടെ ആ ചെറിയ വരുമാനം കൊണ്ട് എല്ലാം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ ഭാനുവമ്മേ. അതെ, 1-2 സാധനം കൂടി വാങ്ങാനുണ്ട്. അത് പോകുന്ന വഴിക്ക് വാങ്ങാന്ന് കരുതിയിട്ടാ. നന്നായി മക്കളെ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാ. പിന്നെ ഭാനുമ്മേ,
സത്യന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം ഓ കേട്ടോ.